ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലാവ്നസ് വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ എല്ലാ കൂട്ടുകാരും സേഫ് ആയിട്ടും ഹാപ്പി ആയിട്ടിരിക്കില്ല. ഞാനും ഹാപ്പി ആയിട്ടിരിക്കുന്നു കേട്ടോ. അപ്പൊ എന്തായാലും ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മള് ഒരു കൂട് കാണിച്ചിട്ട് എന്ത് കൂടാതൊന്ന് കമന്റ് ചെയ്യാൻ വേണ്ടി. അപ്പൊ കുറച്ച് കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും അതൊന്നും അല്ല കേട്ടോ ഉത്തരം എന്താന്ന് വെച്ചാൽ അത് ഉറുമ്പിന്റെ കൂടാണ്. അപ്പോൾ ഉറുമ്പിന്റെ കൂട് ഇങ്ങനെ പല തരത്തിൽ നമ്മുടെ ഇവിടെ കാടുകളിലായിട്ടും നമ്മുടെ പറമ്പിൽ കൂടെ ഒക്കെ ആയിട്ട് നമുക്ക് പല രീതിയിൽ കാണാൻ പറ്റും. എന്ത് വിചിത്രമായിട്ടല്ലേ ആ ഒരു കൂടൊക്കെ അവർ ഉണ്ടാക്കിയിട്ടുള്ളത്. എന്ത് ഭംഗിയാലേ. കാരണം ഒരു തുള്ളി പോലും വെള്ളമൊന്നും ഉള്ളിൽ കയറാതെ എന്ത് സേഫ് ആയിട്ട് ആ കൂട്. അപ്പം എന്തായാലും എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ട്, അതുകൊണ്ടാണ് അപ്പോൾ കാണാതെ നമ്മുടെ കൂട്ടുകാർ കൂടെ ഒന്ന് ഷെയർ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നല്ലേ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പണിക്ക് നമ്മുടെ പറമ്പിലുള്ള ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ഫുഡൊക്കെ കഴിച്ച് പോയിട്ട് ഉച്ചയ്ക്ക്. അപ്പോൾ ഇതാ ഇപ്പോൾ ടൈം ഏകദേശം വൈകുന്നേരം ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഇന്ന് ചായ കുടിക്കുമ്പോൾ എന്ത് കഴിക്കുന്നു ഇങ്ങനെ വിചാരിച്ചത്. അപ്പോഴാണ് ഒരു സംഭവം കഴിക്കാൻ ചെറിയൊരു ആഗ്രഹം വന്നത്. അപ്പം എന്തായാലും ആ ഒരു ആഗ്രഹം കയ്യോടങ്ങ് നടത്തിയേക്കാന്ന് കരുതി. എന്നാൽ പോയാലോ വീഡിയോയിലേക്ക്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് കയറി കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വന്നിരിക്കുന്നത് എങ്ങോട്ടാ തന്നെ ആ പറമ്പിലേക്ക് തന്നെയല്ലേ പോകുന്നത്. അപ്പോൾ ഡ്രസ്സൊന്നും മാറിയിട്ടില്ല, അതോ സാധാ ഡ്രസ്സ് തന്നെയാണ് വന്നിരിക്കുന്നത്. വേറെ നടന്നു നമുക്ക് ചെറിയൊരു പരിപാടി ഉണ്ട്. എന്താണെന്നല്ലേ, നമുക്കിന്ന് വൈകുന്നേരത്ത് കാച്ചിൽ പുഴുങ്ങാന്ന് വിചാരിച്ചപ്പോൾ നമ്മുടെ പറമ്പിൽ കാച്ചിലുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കാച്ചിൽ പറിക്കാൻ വേണ്ടി പോവുകയാണേ. നമ്മൾ ആ തൂമ്പയൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് പോയിട്ട് കാച്ചിൽ പറിച്ചിട്ട് വരാം. അതാ നമ്മളവിടെ എത്താനായിട്ടുണ്ട്. അപ്പോൾ കാച്ചിൽ പറിക്കൽ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ഷർട്ടൊന്നും ഇടാതിരുന്നത്. അപ്പോൾ എന്തായാലും അപ്പോൾ പെട്ടെന്ന് കഴിയുമല്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും പോയി പറിച്ചിട്ട് വരാം. എത്താനായിട്ടുണ്ട്, ഇവിടെ അടുത്ത് തന്നെയാണേ. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പറിക്കാറുള്ളതാണേ. ഇതാ നമ്മൾ കാച്ചിൽ പറിക്കാൻ പോകുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ടേ. അപ്പോൾ നമ്മൾ തേടി വന്ന ആളിത് അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഒരു ബാലൻസ് ആണിത്. അപ്പോൾ നമ്മൾ എടുത്തിട്ട് ബാക്കി അതേപോലെ തന്നെ മണ്ണിൽ തന്നെ വെച്ചിരിക്കുന്നു. അപ്പോൾ എന്തായാലും കേടായി പോകുന്നില്ലല്ലോ, ഒട്ടും വാടാതെ നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ പറിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്കൊക്കെ നന്നായിട്ട് പടർന്നിട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന്ന് വേണ്ടത് മാത്രം കുറച്ചൊന്ന് എടുക്കാം. അപ്പോൾ നമ്മൾ അങ്ങനെ കാച്ചിൽ പറിച്ചുകൊണ്ടിരിക്കുകയാണേ. അപ്പോൾ കാച്ചിലൊന്നും പൊട്ടിപ്പോവാതെ നമുക്കൊന്ന് പറിച്ചെടുക്കാൻ പറ്റുമോ നോക്കട്ടെ. കുറച്ച് മണ്ണൊന്ന് ഇളക്കിയിട്ടിട്ട് അടിയിൽ നമുക്ക് പറിച്ചെടുക്കാം. കുറേ വേരിന്റെ ഇടയിൽ കൂടെ വന്നിട്ടുണ്ടേ. ഒരു പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ടേ, മുറിഞ്ഞു പോവാതെ തന്നെ. എന്തായാലും കുറച്ച് വലിയ കാച്ചിൽ തന്നെയാണ്. അപ്പൊ നമുക്ക് എന്ത് ഈ സൈഡൊക്കെ ഉണ്ടല്ലോ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്കൊന്ന് പറിച്ചെടുക്കാം. ഇത് കാച്ചിന്റെ വള്ളി നമ്മുടെ എടന മരത്തിന്റെ മേളിലേക്കാട്ട് കയറി പോയിട്ടുള്ളത്. അപ്പൊ കാച്ചിന്റെ വള്ളി ഒന്നും നാശാവാതെ നമുക്ക് വലിയൊരു കാടൊന്ന് കളയാം. ഒരു ഭാഗമൊക്കെ നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ തൂമ്പയ്ക്ക് ഇവിടുത്തെ മണ്ണൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മാറ്റി. അതിന് ശേഷം ഇതാ ഒരു കമ്പ് എടുത്തിരിക്കുകയാണ്. അപ്പോൾ കമ്പ് നന്നായിട്ടൊരു അത്യാവശ്യം നല്ലൊരു കൂറിനുള്ള കമ്പാക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്നൊന്ന് മണ്ണ് മാറ്റാൻ പറ്റുമേ. കാച്ചിൽ തട്ടാതെ നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. അപ്പൊ ഈ ഒരു ഭാഗം ഇപ്പൊ ഉണ്ടായതാണ് കേട്ടോ, ഈ ഒരു വർഷം ഉണ്ടായതാണ്. അതുപോലെ തന്നെ ഇതിന്റെ ഒരു പുറകിലായിട്ട് വേറൊരു പീസ് ഉണ്ട്. അപ്പൊ ഇത് കഴിഞ്ഞ വർഷത്തെയാണേ. നമുക്ക് ഇത് നല്ല കുറച്ച് ഭാഗം മാത്രം എടുക്കാം, ആവശ്യമുള്ളത് കുറച്ചെടുക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ ആഴത്തിലേക്ക് ഉള്ളിലേക്ക് പോയിട്ടുണ്ട് താഴേക്ക്.
അപ്പൊ ഇതാണ് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിട്ടുള്ള പഴയ മൂടാണ് ഇത്. അപ്പൊ ഇത് നമുക്ക് കഴിക്കാൻ പറ്റില്ല, അത് നമുക്ക് എന്തായാലും കളയാം. അപ്പൊ ഇതിൽ നിന്ന് മുളയൊക്കെ പൊട്ടിച്ചാണ് നമുക്ക് ഇപ്പൊ ഉണ്ടായിട്ടുള്ള ഇവിടെ ഫ്രഷ് കാച്ചിൽ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ നല്ല ആഴത്തിൽ പോയതുകൊണ്ട് ഞാൻ കുറെയൊക്കെ കമ്പിന് മണ്ണ് കുത്തി കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തൂമ്പയ്ക്കൊന്ന് കുറച്ചുകൂടി മണ്ണൊന്ന് കളയാം. അതിന്റെ ഇടയിൽ കൂടെ നമ്മുടെ എടനമരത്തിൽ കൂടെ ആണല്ലോ നമ്മുടെ ഈ ഒരു കാച്ചിലിന്റെ വള്ളി ഫുള്ള് കയറി പോയിട്ടുള്ളത്. അപ്പൊ എടനമരത്തിന്റെ വേരുണ്ട് ഇപ്പൊ നല്ല രീതിയിൽ. എന്തായാലും കുഴിച്ച് നമ്മളത് നല്ല ആഴങ്ങളിലേക്ക് കുഴിക്കേണ്ടി വരുന്നതാണ് തോന്നുന്നത്. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അടിയിലേക്ക് ഇറങ്ങി കിടക്കണോണ്ടേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കാച്ചിലിൽ ഒരുപാട് നാരുകൾ അടങ്ങിയിട്ടുണ്ട്. കാച്ചിലിൽ മാത്രമല്ല കേട്ടോ, നമ്മുടെ ഈ മണ്ണിനടിയിൽ നിന്നൊക്കെ എടുക്കുന്ന ഈ കപ്പ, അതുപോലെ തന്നെ മധുരക്കിഴങ്ങില്ലേ അത്, അതുപോലെ തന്നെ ചേമ്പ്, ചേന, അതിലൊക്കെ ഒത്തിരി നാരുകൾ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ നാരുകളൊക്കെ അടങ്ങിയത് കൊണ്ട് തന്നെ നമ്മുടെ ഹെൽത്തിനൊക്കെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. മാത്രമല്ല നമ്മളിൽ ഒരുപാട് പേരുടെ ഒരു പ്രശ്നമായിരിക്കും പ്രഷറൊക്കെ. അപ്പോൾ പ്രഷർ, ഷുഗറൊക്കെ ഇല്ലാത്തവരൊന്നും ഇപ്പോൾ ചുരുക്കമാണല്ലോ. അപ്പോൾ അവരെന്തായാലും മെഡിസിൻ കഴിക്കുന്നത് പൊട്ടാസ്യത്തിന്റെ ഗുളികകളായിരിക്കും കഴിക്കുന്നുണ്ടാകുക. അപ്പോൾ ഈ ഒരു പൊട്ടാസ്യം നമ്മുടെ ഈ ഒരു കാച്ചിൽ ഒത്തിരി അടങ്ങിയിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് വെറുതെ മരുന്നൊന്നും കഴിച്ച് നമ്മുടെ ഹെൽത്ത് ഒന്നും ചീത്തയാക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ മരത്തിന്റെ വേരുണ്ടല്ലോ, നമ്മുടെ ഇടഞ്ഞ മരത്തിന്റെ ഉള്ളിൽ കൂടി ആട്ടോ നമ്മുടെ ആ വേരിന്റെ ഇടയിൽ കൂടിയാണ് നമ്മുടെ ഈ ഒരു കാച്ചിലിന്റെ കിഴങ്ങ് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുറച്ച് റിസ്ക് ഉണ്ടായിരുന്നു ഇത് പുറത്തേക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട് തന്നെ. അപ്പോൾ അതിന്റെ മാക്സിമം നമ്മളിതാ പുറത്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് വേണ്ട ഒരു ഭാഗമായിട്ട് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളൂ. അതിന്റെ ഉള്ളിലേക്ക് ഇനിയും കുറെ ഉണ്ട്. ഇങ്ങനെ ഇതാ നമ്മുടെ കാച്ചിൽ നമുക്ക് ഇവിടെ പുറത്തേക്ക് വരുന്നുണ്ടേ. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ നല്ല ഫ്രഷ് കാച്ചിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പറമ്പിൽ ഇതേപോലെ പല വെറൈറ്റി കാച്ചിലുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാച്ചിൽ എടുക്കാറുള്ളതാണ്. അപ്പൊ ഇതേപോലെ തന്നെ ഇനി അടിയിലേക്ക് കുറെ ഉണ്ട് എടുക്കാൻ പറ്റും. അപ്പൊ നമ്മളിപ്പോ ഇത്രയും നമുക്ക് ആവശ്യം എന്തായാലും നമുക്ക് നിന്ന് ആവശ്യമുള്ള കുറച്ചെടുക്കാം. അതിൽ നമുക്ക് ഈ കാച്ചിലിന്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു മേൽഭാഗം, അപ്പൊ ഇവിടുന്ന് ഒരു ഇത്രയും ഭാഗമാണ് നമ്മൾ വിത്തിന് എടുത്ത് വെക്കാറുണ്ട്. അപ്പൊ സാധാരണ നമ്മൾ അങ്ങനെയാണ് ചെയ്യാറ്. അപ്പൊ അത്രയും ഭാഗം നമുക്ക് വിത്തിന് എടുത്ത് വെച്ചിട്ട് ബാക്കി ഈ താഴേക്ക് ഉണ്ടല്ലോ, അപ്പൊ ഈ ഒരു ഭാഗം നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കാം. അപ്പൊ എന്തായാലും ബാക്കി മുറിച്ചിട്ട് മാറ്റാം. ഒരു പാള എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ആക്കിയിട്ട് അതിൽ വെച്ചിട്ട് കൊണ്ടുപോകണമെങ്കിൽ കുറച്ചുകൂടി സേഫ് ആണല്ലോ നമ്മുടെ കാച്ചിൽ. അപ്പം ഞാൻ അതൊരു പാളയൊക്കെ എടുത്തിട്ടുണ്ടേ. ഈ ഒരു ഭാഗം വെച്ചിട്ടൊന്ന് കട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു വള്ളി ഉണ്ടല്ലോ, അപ്പൊ അതും നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഈ ഒരു ഭാഗമായിട്ടോ നമ്മള് നടാൻ വേണ്ടി പോണത് വിത്തിന്. അപ്പൊ നമ്മളിപ്പോ പറിച്ചെടുത്ത കാച്ചിലിന്റെ അടിയിൽ ഇനിയും കാച്ചിലുണ്ട് എന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ അതാണ് ഈ ഒരു കാണുന്നത്. അപ്പൊ ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കുറേ പോയിട്ടുണ്ട് ആഴത്തിൽ തന്നെ. അപ്പൊ ഇതിന് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മണ്ണിട്ടൊന്ന് മൂടി വെക്കാം. അപ്പൊ എന്തായാലും നമുക്ക് നമ്മൾ പറിച്ചെടുത്തിട്ടുള്ള കാച്ചിലുണ്ടല്ലോ, അതൊന്ന് കുറച്ചൊന്ന് നീക്കി വെക്കട്ടെ. അപ്പൊ ഇങ്ങനെ നമ്മൾ മണ്ണിട്ട് മൂടി വെക്കുകയാണെങ്കിൽ നമുക്കിനി നമ്മൾ എപ്പോഴാണോ വന്ന് പറിക്കാൻ നേരത്ത് എടുക്കുന്നത് അപ്പോൾ അതുവരെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. മണ്ണിന്റെ ഉള്ളിൽ ഇരിക്കണം. അപ്പോൾ ഒട്ടും വാടാതെ നല്ല ഫ്രഷ് ആയിട്ടുള്ള കാച്ചിൽ നമുക്ക് പറിച്ചിട്ട് പോവാം. അങ്ങനെ നമ്മളിതാ ആ ബാക്കിയുള്ള കാച്ചിൽ നന്നായിട്ട് മണ്ണിട്ടിട്ട് മൂടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ പറിച്ചെടുത്ത കാച്ചിൽ നമുക്ക് പുഴുങ്ങാൻ വേണ്ടി പോവാട്ടോ നമ്മൾ വീട്ടിൽ പോയിട്ട്. അപ്പം അതിലേക്ക് നമ്മൾ കാന്താരി ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകണം. അപ്പം നമുക്ക് ഇവിടെ തന്നെ കുറച്ച് കാന്താരി കൂടി പറിച്ചിട്ട് പോവാം. നമ്മളിതാ കാന്താരി മരത്തിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് കാന്താരി പറിച്ചെടുക്കാം. അപ്പം പറിച്ചെടുത്തിട്ട് ഇത് കൊണ്ടുപോകണല്ലോ. അപ്പം ഞാനിതാ ഇവിടെ ഒരു ഇല എടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള കാന്താരി ആയതുകൊണ്ട് നമുക്ക് കുറച്ച് കാന്താരിയുടെ ആവശ്യമുള്ളൂ. കൂടുതലും ഞാനിപ്പോൾ പഴുത്തതാണ് പറിച്ചിട്ടുള്ളത്.
അങ്ങനെ നമുക്ക് വേണ്ട കാച്ചിലും കാന്താരിയും ഒക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇത് വീട്ടിൽ കൊണ്ടുപോയിട്ട് പുഴുങ്ങിയെടുക്കാം. അങ്ങനെ ഇതാ നമ്മൾ കാച്ചിലും കാന്താരിയും ഒക്കെ പറിച്ചിട്ട് ഇതാ വീട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു പരിപാടി, ഈ കാച്ചിലിൽ ഉള്ള മണ്ണൊക്കെ നന്നായിട്ടൊന്ന് കഴുകി കളഞ്ഞൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പൊ എന്തായാലും നമുക്കിനി പോയിട്ട് നന്നായിട്ടൊന്ന് കഴുകി മണ്ണൊക്കെ ഫുള്ളായിട്ടൊന്ന് കളയട്ടെ. ഇങ്ങനെ നമ്മളിതാ കാച്ചിലൊക്കെ പറിച്ചിട്ട് നേരെ കാച്ചിലെടുത്തിട്ട് ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. അത് നമുക്കിവിടെ ഒത്തിരി വെള്ളം ഉണ്ടല്ലോ, അപ്പം നമുക്ക് ഇന്ന് ഇവിടെ നിന്ന് കഴുകിയെടുക്കാം. കാച്ചിൽ ഒരുപാട് മണ്ണും ഉണ്ടല്ലോ കാച്ചിൽ. അപ്പോൾ അത്യാവശ്യം നല്ല വെള്ളത്തിലിട്ട് കഴുകുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വൃത്തിയാകുമല്ലോ. ഇവിടെ ഈ ഒരു വെള്ളം നമുക്ക് ഫുൾ ടൈം കിട്ടുന്നൊരു വെള്ളം തന്നെയാണ്. ഉറവ വെള്ളമാണ് ഈ വെള്ളമാട്ടോ. നമ്മുടെ പറമ്പിൽ ആവശ്യങ്ങൾക്കൊക്കെ നമ്മുടെ കൃഷികളൊക്കെ നനയ്ക്കാനൊക്കെ യൂസ് ചെയ്യുന്ന വെള്ളം നല്ല വെള്ളം തന്നെയാണ്. മാത്രമല്ല ഉറവ വെള്ളം ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ വറ്റാറൊന്നുമില്ല കേട്ടോ. ഫുൾ ടൈം നമുക്ക് വെള്ളവും കിട്ടാറുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ. എന്നാലും നമുക്കിനി നന്നായിട്ട് തന്നെ കാച്ചി വന്ന് കൂടിയിട്ട് കഴുകിയെടുക്കാം. വെള്ളം പറയാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ തണുപ്പുണ്ട് വെള്ളത്തിന്. തണുപ്പുണ്ട്. മാത്രമല്ല നമ്മളിപ്പോൾ കാച്ചിലൊക്കെ പറിച്ചത് കുറച്ച് ടൈം ആയിട്ടുണ്ടല്ലോ. അപ്പോൾ അന്തരീക്ഷമൊക്കെ കുറച്ച് ഇങ്ങനെ വൈകുന്നേരമായി തുടങ്ങിയല്ലോ. അപ്പോൾ അതിൻ്റേതായ ഒരു തണുപ്പുണ്ട്. പൊതുവേ നമ്മുടെ അട്ടപ്പാടിയിൽ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ നല്ല രീതിയിൽ തണുപ്പ് തന്നെയാണ്. പിന്നെ ഇപ്പോൾ വൃശ്ചിക മാസം കൂടി തുടങ്ങിയല്ലോ, അതുകൊണ്ട് തന്നെ പറയേണ്ട ആവശ്യമില്ല. ഭയങ്കര തണുപ്പ് തന്നെയാണ് രാവിലെയും വൈകുന്നേരവും. അങ്ങനെ നമുക്ക് നന്നായിട്ടൊന്നത് കഴുകി കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തോലൊക്കെ കളഞ്ഞെടുക്കാം. ചെറിയൊരു കത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു കത്തി എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചൊരു പെട്ടെന്ന് തന്നെ തോല് കളഞ്ഞെടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഇതുപോലുള്ള ഓസുകളൊക്കെ ആയിട്ട് നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഉറവിൽ നേരിട്ട് ഇങ്ങനെ ഓസ് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് ഇതുപോലുള്ള വലിയ ഓസുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വലിയ ഓസിന് നേരെ നമ്മുടെ പറമ്പിലൂടെ ഈ ഒരു വെള്ളം ഇങ്ങനെ പോകും. അപ്പോൾ ഈ കാച്ചിൻ്റെ തോല് നോക്കും മേൽഭാഗത്ത് നല്ല കളർ വ്യത്യാസമില്ല. പൊളിച്ചപ്പോൾ ആ കളറേ അല്ല, വെള്ള കളറാണ് ഉള്ളിൽ. പല വെറൈറ്റി കാച്ചിലുണ്ട് കേട്ടോ നമ്മുടെ പറമ്പിൽ. അത് നന്നായിട്ട് കത്തിക്ക് നല്ല മൂർച്ചയുള്ളതുണ്ട്. ഏട്ടൻ ഈ അടുത്ത് വാങ്ങിയിട്ട് വന്ന കത്തിയാണ്. അതിന് നല്ല മൂർച്ചയുണ്ട്. നല്ല മൂർച്ചയുള്ളതെന്ന് പറഞ്ഞാൽ കൈയും അതേപോലെ തന്നെ മുറിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ തോല് ചെത്തിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് അത് കുറച്ചൊന്ന് വഴിക്ക് താഴേക്ക് പോവുകയാണ് ഈ കാച്ചിൽ. കാരണം ഒരു വഴുവഴുപ്പ് ഉണ്ടാകുമല്ലോ നമ്മുടെ ഒരു കാച്ചിലിന്. അതായത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് തോലൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. കാച്ചിലിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മുടെ ഈ രക്തചംക്രമണമൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിനൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് മാംഗനീസ് ആണല്ലോ ഹെൽപ്പ് ചെയ്യുന്നത്. മാംഗനീസ് എന്ന് പറയുന്നത് ധാതുവാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ധാതുക്കൾ നമ്മുടെ മനുഷ്യ ശരീരത്തിലേക്ക് വേണ്ട ഒരുപാട് തരത്തിലുള്ള ധാതുക്കളൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ ഈ ഒരു കാച്ചിൽ. അപ്പോൾ കാച്ചിലൊക്കെ വീട്ടിലില്ലാത്തവർക്ക് എന്തായാലും ഒരു ചെറിയൊരു കഷ്ണം എവിടെയെങ്കിലും കൊണ്ട് വെച്ചാൽ മതിയല്ലോ. നമുക്ക് ഒരുപാട് നാളത്തിനുള്ള കാച്ചിൽ അതിൽ തന്നെ കിട്ടിക്കോളും. മാത്രമല്ല ഈ ഒരു കാച്ചിൽ ആരോഗ്യകരവും അതുപോലെ തന്നെ പരമ്പരാഗതവുമായിട്ടുള്ളൊരു നാടൻ ഭക്ഷണം കൂടിയാണല്ലോ. നമ്മുടെ പണ്ടത്തെ അമ്മമാരുടെ ഒക്കെ ആരോഗ്യത്തിൻ്റെ രഹസ്യമൊക്കെ ചിലപ്പോൾ ഈ കാച്ചിലും ചേമ്പും ചേനയൊക്കെ ആയിരിക്കണം. കാരണം ഒരുപാട് പ്രോട്ടീൻസ്, ഒരുപാട് പറയാൻ പറ്റില്ല അത്രത്തോളം വൈറ്റമിൻസും മിനറൽസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ കാച്ചിൽ. എല്ലാവർക്കും നല്ല രീതിയിൽ ശക്തിക്ക് പതഞ്ഞ് വരുന്നപ്പോഴാണ് നമ്മൾ തോലൊക്കെ കളഞ്ഞതിന് ശേഷം ഞാൻ കാച്ചിലൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ ഇട്ട് നന്നായിട്ട് ഒന്നുകൂടി കഴുകി എടുത്തിട്ടുണ്ടേ. ഇനി നമുക്കൊന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയെടുക്കാം. അപ്പോൾ ഇത് ആവിയിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കാൻ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. പിന്നെ നമ്മുടെ ഒരു കാച്ചിൽ വലിയൊരു എനർജി സോഴ്സ് കൂടിയാണ്. ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റ് നമ്മുടെ ഒരു കാച്ചിലുണ്ട്. കാർബോഹൈഡ്രേറ്റ്, പൊട്ടാസ്യം, വൈറ്റമിൻസ് അങ്ങനെ ഒരുപാടുണ്ട്. അങ്ങനെ ഫൈനലി നമ്മളിതാ കാച്ചിലൊക്കെ നമ്മൾ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് 2-3-4 കഷ്ണങ്ങളാക്കി കഴിഞ്ഞാൽ നമുക്ക് നേരെ പോവാം. നല്ല രീതിയിൽ തണുത്തൊരു കാറ്റൊക്കെ വീശാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഫൈനലി നമ്മുടെ കാച്ചിലെല്ലാം അങ്ങനെ നമ്മൾ കാച്ചിലൊക്കെ പറിച്ച് കഴുകി എല്ലാം അരിഞ്ഞു വന്നപ്പോഴത്തേക്കും സമയം കുറച്ചായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, പെട്ടെന്ന് തന്നെ തീയൊക്കെ പിടിപ്പിച്ച് നമ്മുടെ കാച്ചിൽ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആവിയിൽ വെച്ചിട്ടോ നമ്മളിന്ന് കാച്ചിൽ വേവിച്ചെടുക്കാൻ വേണ്ടി പോണത്. അപ്പൊ എന്തായാലും കാച്ചിൽ അവിടെ ഇരുന്ന് വേവാൻ എന്തായാലും കുറച്ച് സമയം എടുക്കുമല്ലോ. ആ സമയം കൊണ്ട് നമ്മളെ നേരത്തെ പറിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ കാച്ചിൽ കൂടെ തന്നെ കാന്താരി. അപ്പൊ ആ കാന്താരി കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊരു അടിപൊളി ചമ്മന്തി ഒന്ന് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. അപ്പൊ എന്തായാലും ഞാൻ ഈ ഒരു ചെറിയ ഉള്ളി ഉണ്ടല്ലോ അപ്പൊ അതൊന്ന് നന്നാക്കി എടുക്കട്ടെ. അപ്പൊ ഇതാ ഞാൻ നമ്മുടെ കാന്താരിയും അതുപോലെ തന്നെ നമ്മുടെ ചെറിയ ഉള്ളിയൊക്കെ നമ്മുടെ ഇടികല്ലിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടേ.
നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കല്ലുപ്പാണ് ഞാനിപ്പോൾ ഇട്ടിട്ടുള്ളത്. അപ്പോൾ കല്ലുപ്പ് ഇട്ടിട്ട് ചതയ്ക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചതഞ്ഞ് കിട്ടും. അപ്പോൾ എന്തായാലും നന്നായിട്ടൊന്ന് ചതച്ച് നമ്മുടെ ചമ്മന്തി ഒന്ന് സെറ്റാക്കാം. അങ്ങനെ നമ്മുടെ കാച്ചിലും നമ്മുടെ കാന്താരിയുടെ ചമ്മന്തി ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം. കാച്ചിൽ ചെറിയൊരു ചൂടുണ്ടേ. അടിപൊളി തന്നെയാണ് ഗൈസ്. കാന്താരിയുടെ ചമ്മന്തി മാത്രമേ നമുക്കിത് കഴിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഞാനിത് കാച്ചിൽ പറിക്കുന്ന ടൈമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കാച്ചിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊടിയുള്ളതാണ്. പെട്ടെന്ന് തന്നെ ആ പൊടിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ അവിയിലാണല്ലോ നമ്മളിത് വേവിച്ചെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവിയിൽ വേവിച്ചെടുത്താലും നല്ല രീതിയിൽ വേവുന്നത് നമുക്ക് മനസ്സിലായില്ലേ. അപ്പൊ ഒട്ടും ഗുണങ്ങളൊന്നും നഷ്ടപ്പെടാതെ അടിപൊളിയായിട്ട് നമ്മുടെ കാച്ചിലും കാന്താരി ചമ്മന്തി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും കഴിക്കാട്ടോ. അപ്പൊ കണ്ടില്ലേ ഗൈസ്, ഇതായിരുന്നു എന്റെ കുഞ്ഞൊരാഗ്രഹം. എന്തായാലും ആ ആഗ്രഹം നല്ല രീതിയിൽ തന്നെ സാധിച്ചിട്ടുണ്ട്. കാരണം കാച്ചിൽ ഒരു രക്ഷയില്ലാട്ടോ, അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു. മാത്രമല്ല കാച്ചിലിന്റെ കൂടെ കാന്താരിയുടെ ഒരു ചമ്മന്തി കൂടി ഉണ്ട്. പിന്നെ കാച്ചിൽ കഴിക്കാൻ വേണ്ടി നമുക്ക് വേറെ ഒന്നും ആവശ്യമില്ല കേട്ടോ, അടിപൊളി തന്നെയാണ്. അപ്പൊ എന്നെ പോലെ നിങ്ങൾക്കും കാച്ചിലൊക്കെ ഇഷ്ടമാണോ കൂട്ടുകാരെ? അപ്പൊ ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. അതുപോലെ തന്നെ കാച്ചിലിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതുകൊണ്ട് തന്നെ കാച്ചിലൊക്കെ വീട്ടിലില്ലാത്തവർ ചെറിയൊരു കഷ്ണം എവിടെയെങ്കിലും കൊണ്ട് വെച്ചാൽ തന്നെ നമ്മുടെ പറമ്പിൽ എവിടെയെങ്കിലും ഒന്ന് നട്ടു വെച്ചാൽ മതിയല്ലോ. മാത്രമല്ല അതിന് വലിയ പരിചരണത്തിന്റെ ആവശ്യമില്ല. അപ്പൊ പെട്ടെന്ന് തന്നെ ഉണ്ടായിക്കോളും. അപ്പൊ എന്തായാലും ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പം അടുത്ത അടിപൊളി വീഡിയോസ് ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റ ബൈ ബൈ, സീ യു.